ഹായ് ഡിയേഴ്സ്, നമസ്കാരം. എല്ലാവർക്കും സുഖാണല്ലോ അല്ലേ? അപ്പൊ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എവിടെയാണ് നിർത്തിയത്? യെസ്, ഒരു ചാപ്റ്റർ വി കംപ്ലീറ്റഡ് എ ചാപ്റ്റർ, സിക്സ്ത് ചാപ്റ്റർ. ഇറ്റ് കണ്ടെയ്ൻസ് ദ ഓഷ്യൻസ് ആൻഡ് കോണ്ടിനെന്റ്സ്. കോണ്ടിനെന്റ് എന്ന് പറയുന്നതും ഓഷ്യൻസ് എന്ന് പറയുന്നതും മായിട്ടുള്ള രണ്ട് വലിയ സംഭവങ്ങൾ നമ്മൾ പഠിച്ചു ആറാം ചാപ്റ്ററിലൂടെ, സിക്സ്ത് ചാപ്റ്ററിലൂടെ. വി കവേർഡ് ഓൾറെഡി. Then we move to another fresh chapter, seventh chapter, named Changes Wrought by Iron. Iron, ഇരുമ്പ് ഉണ്ടാക്കിയിട്ടുള്ള മാറ്റങ്ങൾ എന്നുള്ളതാണ് ഈ ഒരു ചാപ്റ്ററിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ചേഞ്ചസ് wrought by iron. ചേഞ്ചസ്, മാറ്റങ്ങൾ, wrought by iron. അയണിനാൽ ഉണ്ടായിട്ടുള്ള, ഇരുമ്പിനാൽ ഉണ്ടായിട്ടുള്ള മാറ്റങ്ങൾ എന്തെല്ലാം? അപ്പൊ നമുക്ക് ഇതിനു മുമ്പേയുള്ള പാർട്ടിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കണം. ജസ്റ്റ് ഒന്ന് തിരിഞ്ഞു നോക്കി എന്താ കാണുന്നത്? Yes, in the previous classes we already discussed Stone Age, then Copper Age, at last Bronze Age civilizations. നമ്മൾ പഠിച്ചിട്ടുണ്ട് ശിലായുഗം, സ്റ്റോൺസ് ഏജ്. കല്ലുകൊണ്ട് ഉപയോഗിച്ചിട്ടുള്ള കാലഘട്ടത്തെ മനുഷ്യരധികം they used, our human beings, our ancestors, they used stone weapons. That age is called Stone Age. We already completed that in the previous classes. അതിനെയാണ് സ്റ്റോൺ ഏജ് എന്ന് വിളിക്കുന്നത്. പിന്നെ മനുഷ്യരുടെ അഗ്രികൾച്ചറില്, കൾട്ടിവേഷനില്, കൃഷിയിലെല്ലാം മാറ്റങ്ങൾ വരുത്തുകയും അതുപോലെ തന്നെ എന്ത് സംഭവിച്ചു? ആ സ്റ്റോണിന് പകരം അവർ ഹണ്ടിങ്ങിന് പകരം കൃഷി ആരംഭിക്കുകയും അതിലുള്ള ടൂൾസുകളൊക്കെ അവർ കോപ്പർ കൊണ്ട് ഉപയോഗിക്കുകയും ചെയ്തു. അവിടെ നിന്നും മാറി അവർ കോപ്പറും ടിന്നും കൂട്ടിയിട്ട് പിന്നെ എന്തുണ്ടാക്കി? ബ്രോൺസ് ഉണ്ടാക്കി, വെങ്കലം ഉണ്ടാക്കി. ബ്രോൺസ്, വെങ്കലം. അങ്ങനെ ഈ വെങ്കലം വെച്ചിട്ട് അവർ കൾട്ടിവേഷൻ ചെയ്തു. അവർ എന്ത് ചെയ്തു? ട്രേഡ് ചെയ്തു, കച്ചവടം ചെയ്തു. അവർ വിജയിച്ചു കൊണ്ടിരിക്കുക. വീണ്ടും കണ്ടുപിടുത്തങ്ങള്, മാറ്റങ്ങൾ മനുഷ്യർക്ക് സംഭവിക്കുകയാണ്. That now stand here. Iron. ബ്രോൺസിൽ നിന്നും മനുഷ്യര് അയേണിലേക്ക് മാറുകയാണ്. ആ ഒരു മാറ്റം, ആ ഒരു കാലഘട്ടത്തിനെയാണ് നമ്മൾ ഈ ഒരു അയൺ ഏജ് എന്നുള്ളൊരു ചാപ്റ്ററിലൂടെ നമ്മൾ പഠിക്കാൻ പോകുന്നത്. ചേഞ്ചസ് wrought by iron. ഇരുമ്പുണ്ടാക്കിയിട്ടുള്ള മാറ്റങ്ങൾ എന്താണ് നമ്മളിവിടെ പഠിക്കാൻ പോകുന്നത്? മനസ്സിലായോ? ഫസ്റ്റിൽ തന്നെ ഒരു മാപ്പ് കൊടുത്തിട്ടുണ്ട്, നോക്കൂ. Which are the rivers marked in this map? ഈ മാപ്പിൽ കുറച്ച് റിവറുകൾ, കുറച്ച് നദികളാണ് കൊടുത്തിട്ടുള്ളത്. ഇതേതെല്ലാം ഒന്ന് പറഞ്ഞു നോക്കൂ. നമുക്കറിയാം, ഒരു മാപ്പ് കിട്ടിയാൽ this side is north, this side is south, north, south, west, east, north, south, west, east. നോർത്ത് വെസ്റ്റ് ആണല്ലോ, അപ്പൊ ഇതിനെ നോർത്ത് വെസ്റ്റ്. ഈ ഭാഗങ്ങളിലുള്ള സ്ഥലങ്ങളൊക്കെ നോർത്ത് വെസ്റ്റിൽ പെടും. നോക്കൂ, അപ്പൊ നമ്മള് നോർത്ത് പറഞ്ഞു, സൗത്ത് പറഞ്ഞു, വെസ്റ്റ് പറഞ്ഞു, ഈസ്റ്റ് പറഞ്ഞു. പിന്നെ ഈ നോർത്തിനും വെസ്റ്റിനും ഇടയിൽ വരുന്ന സ്ഥലങ്ങൾ നോർത്ത് വെസ്റ്റേൺ സൈഡിലുള്ള സ്ഥലങ്ങൾ എന്നാ പറയാം. വെസ്റ്റിനും സൗത്തിനും ഇടയിൽ വരുന്നതോ സൗത്ത് വെസ്റ്റ്. സൗത്തിനും ഈസ്റ്റിലും ഇടയിൽ വരുന്നതോ സൗത്ത് ഈസ്റ്റ്. ഈസ്റ്റിനും നോർത്തിനും ഇടയിൽ വരുന്നതോ നോർത്ത് ഈസ്റ്റ്. അപ്പം ഈ ഭാഗങ്ങളിൽ വരുന്ന സ്ഥലങ്ങളെ നോർത്ത് ഈസ്റ്റിലുള്ള സൈഡിലുള്ള സ്ഥലം, അതുപോലെ നോർത്ത് വെസ്റ്റ് സൈഡിലുള്ള സ്ഥലങ്ങൾ, അതുപോലെ സൗത്ത് ഈസ്റ്റിലുള്ളത്, സൗത്ത് വെസ്റ്റിലുള്ളത്, ഇങ്ങനെയാണ് പറയാറുള്ളത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നേരത്തെ നമ്മൾ കാണിച്ചിട്ടുള്ള മാപ്പ് ഇത്.
ഇതില് നോർത്ത് വെസ്റ്റിൽ വരുന്ന റിവർ ഏതാണ്? നോർത്ത് വെസ്റ്റിൽ വരുന്ന റിവർ ഏതാണ്? ദാറ്റ് ഈസ് ഇൻഡസ് റിവർ. ഇൻഡസ് ആണ്. നമ്മൾ പഠിച്ചു ബ്രോൺസ് ഏജ് സിവിലൈസേഷൻ ദാറ്റ് ഫ്ലറിഷ്ഡ് അണ്ടർ ദ റിവർ ഓഫ് ഇൻഡസ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഫസ്റ്റ് ചാപ്റ്ററിൽ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. ഇൻഡസ് റിവറിലൂടെയാണ് എന്തുണ്ടായിട്ടുള്ളത്? ഹാരപ്പൻ സിവിലൈസേഷൻ ഉണ്ടായിട്ടുള്ളത് എന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുള്ളതാണ്. ഈ നോർത്ത് വെസ്റ്റ് സൈഡിലാണ് ഇൻഡസ് ആൻഡ് അതർ ട്രിബ്യൂട്ടറീസ് ഓഫ് ഇൻഡസ്. ട്രിബ്യൂട്ടറീസ് എന്ന് പറഞ്ഞാൽ എന്താ? ഇൻഡസിലൂടെ കടന്നു പോകുന്ന ചെറിയ ചെറിയ നദികളും ഈ നോർത്ത് വെസ്റ്റ് പാർട്ടുകളിലാണ് ഉണ്ടായിട്ടുള്ളത്. ഓക്കെ, അപ്പോ നമ്മള് പഠിക്കാൻ പോകുന്നത് അയാള് കൊണ്ടുവന്നിട്ടുള്ള മാറ്റങ്ങളാണ്. അപ്പൊ എന്തിനാണ് ഇതൊക്കെ പറയുന്നത്? യെസ്, around 3500 years ago, a group of people, namely Aryans, migrated to this region. The Vedas provide us information about them. About 3500 years ago, ഏകദേശം 3500 വർഷങ്ങൾക്ക് മുമ്പ് ആര്യൻസ് എന്ന് പറയുന്ന ഗോത്രത്തിലുള്ളവർ അല്ലെങ്കിൽ ആര്യൻസ് എന്നവർ ആര്യൻസ് they were immigrated to here means ഇൻഡസ് വാലി സിവിലൈസേഷൻ റീജിയനിലേക്ക്, ഈ നോർത്ത് വെസ്റ്റേൺ റീജിയനിലേക്ക് ആര്യൻസ് എന്ന് പറയുന്ന ഗോത്രക്കാര് കടന്നു വരികയും അവിടെ സെറ്റിൽ ചെയ്യുകയും അവിടെ പാർക്കുകയും ചെയ്യുകയാണ് ചെയ്യുന്നത്. Then India was under the control of Aryans. അന്ന് മുതൽ about 3500 ഇയേഴ്സ് മുമ്പ് അല്ലെങ്കിൽ അന്ന് മുതൽ ആര്യൻസിന്റെ കയ്യിലാണ് ഇന്ത്യ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ആ ഭാഗം എന്ന് പറയുന്നത്, നോർത്ത് വെസ്റ്റ് റീജിയൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഈ ഇൻഡസിന്റെ അടുത്തായിട്ടാണ് അവര് സ്ഥിതി ചെയ്തിരുന്നത്. ആ ഒരു കാലഘട്ടത്തെ, ആര്യൻസിന്റെ കാലഘട്ടത്തെ വേദിക് പീരിയഡ് എന്നറിയപ്പെടുന്നു. വേദാസ് എന്ന് പറയുന്നത് അവർ എഴുതിയിട്ടുള്ള ടെക്സ്റ്റുകളാണ്, അവരെഴുതിയിട്ടുള്ള ബുക്കുകളാണ് വേദ. ആ ഒരു പീരിയഡിനെ വേദിക് പീരിയഡ് എന്ന് പറയും. About 3500 years ago, Aryans they immigrated to northwest region of India. This period is known as Vedic period. Vedic period. This Vedic texts are written in Sanskrit language. സാൻസ്കൃത് ലാംഗ്വേജിൽ, സംസ്കൃത ഭാഷയിലായിരുന്നു ഈ ഒരു വേദിക് ടെക്സ്റ്റ് എന്ന് പറയുന്നത് എഴുതിയിട്ടുണ്ടായിരുന്നത്. സോ അവർ ഇന്ത്യസ് ഹെറിഡിറ്ററി ലാംഗ്വേജ് ഈ സാൻസ്കൃത്. അതുകൊണ്ട് നമുക്കറിയുന്നത്, നമ്മൾ കാണുന്നതായിട്ടുള്ള ഭാഷ, ഏറ്റവും പഴക്കം ചെന്നിട്ടുള്ള ഇന്ത്യയുടെ ഭാഷ എന്ന് പറയുന്നത് സാൻസ്കൃത് ആണ്. ആര്യൻസ് they are elite men. ആര്യൻ എന്ന് പറയുന്നത് വളരെ എലൈറ്റ് മെൻ ആയിരുന്നു, വരേണ്യവർഗക്കാരായിരുന്നു, വളരെ വലിയ മനുഷ്യരായിരുന്നു. വലിയ മനുഷ്യർ മീൻസ് വലിയ വംശജരായിരുന്നു. നമുക്കറിയാല എന്ത് അടിമകൾ ഉണ്ടാവും, അതുപോലെ തന്നെ യജമാനന്മാരുണ്ടാവും. ആര്യൻസ് ആണ് യജമാനൻ. ആ ആര്യൻസിന്റെ ഭാഷയായിരുന്നു സാൻസ്കൃത്. So they wrote Vedas in Sanskrit language. This period is called Vedic period. നോക്കൂ, ഈ വേദിക് പീരിയഡിനെ രണ്ടായിട്ട് തരം തിരിച്ചിട്ടുണ്ട്. ഒന്ന് ഋഗ്വേദ, രണ്ട് ലേറ്റർ വേദ. One is Rigveda and other is later Veda. അതായത് അവര് വേദിക് ടെക്സ്റ്റുകൾ എഴുതുമ്പോൾ, വേദങ്ങൾ എഴുതുമ്പോൾ ഫസ്റ്റ് ആയിട്ട് എഴുതിയിട്ടുള്ളത് ഋഗ്വേദയായിരുന്നു. ഋഗ്വേദ. സോ ദ ഏർലിയർ പീരിയഡ് ഓഫ് ആര്യൻസ് ഈസ് ഋഗ്വേദ. And the later edition of Aryans
are called later Veda. ഈ later വേദയില് പല ഋഗ്വേദങ്ങളും വരുന്നുണ്ട്. ഈ ഒരു ക്ലാസിഫിക്കേഷൻ നോക്കൂ. നമ്മൾ പറഞ്ഞതുപോലെ വേദിക് പീരിയഡിനെ അല്ലെങ്കിൽ ആര്യന്മാരുടെ കാലത്തെ 1500 600 ബിഫോർ ക്രിസ്റ്റിലാണ് അവർ ഇവിടെ ഇന്ത്യയിലുള്ളത്. ആ ഒരു പീരിയഡ് ആദ്യം എഴുതിയിട്ടുള്ള ആദ്യം എഴുതിയിട്ടുള്ള ടെക്സ്റ്റ് ഋഗ്വേദയാണ്. അപ്പോൾ ആ കാലഘട്ടത്തിന് ഋഗ്വേദ എന്നും, പിന്നീട് എഴുതിയിട്ടുള്ള ടെക്സ്റ്റുകൾ 3 ടെക്സ്റ്റുകൾ എഴുതിയിട്ടുണ്ട്. പിന്നെ ഏതൊക്കെയാണത്? സാമവേദ, യജുർവേദ, അഥർവവേദ. ഈ 3 ടെക്സ്റ്റിനെ കൂടെ വിളിക്കുന്നത് ലേറ്റർ വേദിക് ആണ്. അതായത് ഈ 3 ടെക്സ്റ്റുകൾ എഴുതുന്ന കാലഘട്ടത്തെയാണ് ലേറ്റർ വേദിക് പീരിയഡ് എന്ന് പറയുന്നത്. ഓക്കെ. അതായത് ഋഗ്വേദിക്കില് ഋഗ്വേദ എഴുതുന്നത് 1500 to 1000 BC-യിലാണ്. 1500 1000 BC എന്നീ ഒരു കാലഘട്ടത്തിലാണ് ഋഗ്വേദ എഴുതുന്നത്. ഓക്കെ. രണ്ടാമത് സാമവേദയും യജുർവേദയും അഥർവവേദയും എഴുതുന്നത് 1000 BC മുതൽ 600 BC വരെയുള്ള കാലഘട്ടത്താണ്. ആ ഒരു കാലഘട്ടത്തിന് ലേറ്റർ വേദിക് പീരിയഡ് എന്ന് പറയുന്നു. അപ്പം ഈ ഋഗ്വേദിക്കിലുള്ളതും ലേറ്റർ വേദിക്കിലുള്ളതുമായിട്ടുള്ള മാറ്റങ്ങൾ എന്തൊക്കെയെന്നൊക്കെ നമുക്ക് ഈ ഒരു പാട്ടിലൂടെ പഠിക്കാം. ഓക്കെ. എന്തെല്ലാം അതിൽ കാണുന്നത്? യെസ്, ഋഗ്വേദ ഈസ് ദ ഏർലിയസ്റ്റ് വേദ. വേദങ്ങളിൽ ഏറ്റവും പഴക്കം ചെന്നിട്ടുള്ളതായിട്ടുള്ള വേദങ്ങളിൽ വേദാസിൽ ഏറ്റവും ഓൾഡസ്റ്റ് ടെക്സ്റ്റ് എന്ന് പറയുന്നത് ഋഗ്വേദ ആണ്. ഋഗ്വേദ about 1500 to 1000 BC ബിഫോർ ക്രിസ്റ്റിലാണ് ഈ ഒരു ഋഗ്വേദ അവർ എഴുതിയിട്ടുള്ളത്, ആര്യൻസ് എഴുതുന്നത്. ഓക്കെ. So this is the oldest or earliest form of Veda, Rigveda. So the period described in this text അല്ലെങ്കിൽ ആ പീപ്പിളിന്റെ അന്നത്തെ കാലത്ത് 1500 1000 BC-യിൽ ഉണ്ടായിരുന്ന ജനങ്ങളുടെ ജീവിത ശൈലികൾ എഴുതിയിട്ടുള്ള, ജീവിതങ്ങൾ വരച്ചു കാണിച്ചിട്ടുള്ള ഒരു ടെക്സ്റ്റാണ് ഋഗ്വേദ എന്ന് പറയുന്നത്. അതായത് ഋഗ്വേദ നോക്കിയാൽ അന്നത്തെ മനുഷ്യർ എങ്ങനെയെല്ലാമായിരുന്നു എന്ന് നമുക്ക് കാണാൻ സാധിക്കും. 1500 1000 BC-യിലുള്ള മനുഷ്യർ എങ്ങനെയാണ് നമുക്ക് കാണാൻ സാധിക്കും. So this is the earliest text. ഈ ഒരു കാലഘട്ടത്തിലുള്ള ഋഗ്വേദിയിലുള്ള പീപ്പിളിനെ ഋഗ്വേദിക് പീപ്പിൾ എന്നാണ് പറഞ്ഞിരുന്നത്. ലേറ്റർ വേദിക്കില് ഏതൊക്കെ വേറെ ടെക്സ്റ്റ് ഉണ്ട്? സാമവേദ, യജുർവേദ ആൻഡ് അഥർവവേദ. These 3 texts are later Vedic period. ഈ ഒരു 3 വേദിക് ടെക്സ്റ്റുകളും ലേറ്റർ വേദിക് ടെക്സ്റ്റിലാണ് പെടുന്നത്. അതായത് വേദായില് 2 കാലഘട്ടങ്ങളുണ്ട്. ഒന്നാമത് ഏർലിയർ വേദ, രണ്ടാമത് ഏർലിയർ വേദയുടെ മറ്റൊരു പേര് ഋഗ്വേദ, രണ്ടാമത് ലേറ്റർ വേദ. ഈ ലേറ്റർ വേദയിൽ 3 ടെക്സ്റ്റുകളാണ് അവർ എഴുതിയിട്ടുള്ളത്. ഏതൊക്കെയായിരുന്നു? സാമവേദ, യജുർവേദ, അഥർവവേദ. അപ്പൊ മൊത്തമായിട്ട് 4 ടെക്സ്റ്റുകളാണുള്ളത്. ഋഗ്വേദ, സാമവേദ, യജുർവേദ, അഥർവവേദ. ഋഗ്വേദ, സാമവേദ, യജുർവേദ, അഥർവവേദ. ഈ ഋഗ്വേദ എന്നുള്ളത് ഏർലിയർ ടെക്സ്റ്റും ഈ സാമവേദ, യജുർവേദ, അഥർവവേദ എന്നുള്ളത് ലേറ്റർ ടെക്സ്റ്റുമാണ്. Okay, understand? Yes.